ഇന്നത്തെ എൻ്റെ യാത്ര ഒരു ക്ഷേത്രത്തിലേക്കാണ്. രാമായണ കഥയുമായി ബന്ധമുള്ള ഒരു ക്ഷേത്രത്തിലേക്ക്. ദേ ഇതാണ് ആ ക്ഷേത്രം. വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇത്തിക്കരയാറിൻ്റെ തീരത്താണ് ഈ മനോഹരമായിട്ടുള്ള വളരെ പഴക്കമുള്ള ക്ഷേത്രമുള്ളത്. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ക്ഷേത്രമാണിത്. എല്ലാ വർഷവും ഉത്സവത്തിന് ഇവിടുത്തെ ഭഗവാനെ ആറാടിക്കാനുള്ള പുതുവെള്ളം കൊണ്ടുവരുന്നത് ഈ ആറാണ്. ഒട്ടും താമസിക്കാതെ ഞാൻ ക്ഷേത്രത്തിനകത്ത് കയറി. ചില വിശേഷാൽ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയും. മഴയൊന്നും ഒരു ഭക്തനെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവരും ദേവനോടുള്ള ഭക്തിയിൽ മുഴുകിയിരിക്കുന്നു. ഞാനും അതിൽ പങ്കുചേർന്നു. മഴ കഴിഞ്ഞ് പതുക്കെ പുറത്തിറങ്ങി. ഈ ക്ഷേത്രത്തിന് രാമായണ കഥയുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതിൽ ചിലതൊക്കെ എൻ്റെ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് ശ്രീരാമനും ലക്ഷ്മണനും വനവാസകാലത്ത് ലങ്കയിലേക്ക് പോയത് ഇതുവഴിയാണത്രേ. ബാലിയും സുഗ്രീവനും താമസിച്ചിരുന്ന ബാലിയം കുന്നും സുഗ്രീവൻ കുന്നും ഇവിടെ അടുത്തുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ് ജടായു ചിറകറ്റ് വീണു എന്ന് കരുതപ്പെടുന്ന ജടായുമംഗലം അഥവാ ചടയമംഗലം. ഇവിടെ ശ്രീരാമനോടൊപ്പം മറ്റ് ഉപദേവതകളും കൂടിയിരിക്കുന്നു. മീനമാസത്തിലെ രോഹിണി നാൾ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ടതാണ്. ആ ദിവസം ഈ ക്ഷേത്ര പരിസരത്ത് മീൻ വിളിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ മറ്റു പ്രധാന പ്രതിഷ്ഠയായ ഇണ്ടളയപ്പൻ്റെ ക്ഷേത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ മുകളിലായിട്ട് ഹനുമാന്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. എത്ര നേരം ക്ഷേത്രത്തിൽ ചിലവഴിച്ചു എന്നറിയില്ല. എങ്കിലും ഇനിയും വരാമെന്ന ഉറപ്പോടുകൂടി ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ അനിൽ.